feel alive, I'll be forever by your side. I'd swim across the ocean wide, I'd climb the tallest mountain high, I'd wait for years to pass me by, I'd do anything to be by your side. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിന് കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. That I seek, you are my all in up when I am dry. You fill my
gentlemen, let's put your hands together and welcome our most beautiful couple, Steffi and Merit, onto the stage. നിങ്ങളുടെ കയ്യടിയോടുകൂടി അനുഗ്രഹാശംസകളൊക്കെ ചൊരിഞ്ഞുകൊണ്ട് ബ്യൂട്ടിഫുൾ കപ്പിളിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Over to the entry. You're insecure, don't know what for. You're turning heads when you walk through the door. Don't need makeup to cover up. Being the way that you are is enough. Everyone else in the room can see it. Everyone else but you. Baby, you light up my world like nobody else. The way that you flip your head gets me overwhelmed. But when you smile at the ground, it ain't hard to tell. You don't know, you don't know you're beautiful. If only you saw what I can see, you'll understand why I want you so desperately. Right
too shy and turn away when I look into your eyes. Everyone else in the room can see it, everyone else but you. Baby, you light up my world like nobody else. The way that you lift your head gets me overwhelmed, but when you smile at the ground it ain't hard to tell. You don't know, you don't know you're beautiful. If only you saw what I can see, you'll understand why I want you so desperately. Right now I'm looking at you and I can't believe you don't know, you don't know you're beautiful. That's what makes you beautiful. Na 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 na. Na 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 na. You don't know you're beautiful. Baby, you light up my world like nobody else. The way that you lift your head gets me overwhelmed, but when you smile at the ground it ain't hard to tell. You don't know, you don't know you're beautiful. Only you saw what I can see. You ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ വിഷൻസ് ഇൻ അഡ്വാൻസ് നേരുകയാണ്. ലൈഫിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് ഉടൻ തന്നെ കടക്കാൻ പോവുകയാണ് അല്ലേ? തിങ്കളാഴ്ചയാണ് കല്യാണം ആൻഡ് ടുഡേ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. കുറച്ച് റോൾ ചേഞ്ചിങ്ങും കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഒക്കെയുള്ള ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടം അല്ലേ? എനിക്കറിയാം ഒത്തിരി എക്സൈറ്റഡ് ആയിരിക്കും. ലൈഫിലെ പ്രഷ്യസ് മൊമെൻറ്റ്സിൽ കൂടിയൊക്കെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സോ നമ്മുടെ അടുത്തൊന്നൊരു ഫ്യൂ വേർഡ്സിൽ, ഒത്തിരി സെൻറ്റൻസ് ഒന്നും വേണ്ട, കുട്ടി വേർഡ്സിലൊന്ന് ഷെയർ ചെയ്യാമോ? എന്താണ് ഇപ്പം തോന്നുന്ന ആ ഒരു ഫീലിങ്സ് എന്ന്? സ്റ്റെഫി, ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ ആ ഒരു ഫീലിങ്സ് രണ്ടുപേരും. എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് ശരിക്കും ശരിക്കും സന്തോഷമുണ്ട് ഇന്നിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഞങ്ങൾ ഇന്ന് സഫലമാവാൻ പോകുന്നത്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ദിവസം കൂടെ കൂടി. ഈ 4 ദിവസം ഒരു വർഷത്തെ കാത്തിരിപ്പ്. അതാണ്. താങ്ക് യു. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ ഓർക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ജനുവിനായിട്ട് പറഞ്ഞല്ലേ? വെരി ഗുഡ്. യെസ്. ആൻഡ് സ്റ്റെഫി, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ. ആ ഒരു റെഡ് ലെഹങ്കയിൽ അടിപൊളിയായിട്ടില്ലേ? സ്റ്റെഫിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് അവിടുന്ന് തംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് വെരി ഒട്ടും മോശമല്ല, ഒരു സ്യൂട്ട് ലുക്കിൽ സൂപ്പർവായിട്ടുണ്ട്. യെസ്, എനിക്കറിയാം സ്റ്റെഫിയുടെയും മെറിറ്റിൻ്റെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവരെ വ്യക്തിപരമായി അറിയാവുന്നവരാണ് എല്ലാവരും. എന്നിരുന്നാൽ കൂടിയും ഞാൻ ഒഫീഷ്യലായിട്ട് ബ്രൈഡ് ടു ബി ആൻഡ് ഗ്രൂം ടു ബി ആയിട്ട് 2 പേരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആൻഡ് ഹാൻസം ഗ്രൂം മെറിറ്റ് ഷാജു, കുരൂർ ഹൗസ്, ഓൺ കോൾ മാനേജർ ഇൻ ഫോറൻസിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇൻ ന്യൂസിലാൻഡ്. 2 പേരും ന്യൂസിലാൻഡിലാണ് അല്ലേ? ന്യൂസിലാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രി അല്ലേ? ലാൻഡ് ഓഫ് ലോങ് വൈറ്റ് ക്ലൗഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലേ? എൻ്റെ ഒരു കസിൻ ചേട്ടൻ അവിടുത്തെ ഒരു ലേഡിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. സോ എനിക്കറിയാം. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ഒരു എന്താണ് ഒരു പ്രത്യേകത എന്നും കൂടെ ജസ്റ്റ് 2 പേരുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങളുടെ അറേഞ്ച് മാരേജ് അല്ലേ? സോ 2 പേരും ഒരിടത്ത് നിന്ന് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് അതുകൂടി നമ്മുടെ ഇടത്ത് പെട്ടെന്നൊന്ന്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഏവർക്കും ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം ഇഷ്ടപ്പെടും. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു വയനാട് വാഗമൺ ആ ഒരു വൈബ് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. വേറെ ഒന്നുമില്ല. സിറ്റി ലൈഫ് അങ്ങനെയൊന്നുമില്ല, പ്രകൃതി മാത്രം. യെസ്, താങ്ക് യു സോ മച്ച്. സോ ഇപ്പോൾ ഇവർ 2 പേരുള്ള ഒരു കുട്ടി ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? പക്ഷേ ഇനി 2 സൈഡിലും കുറച്ച് പേരൂടിയൊക്കെ വന്നു നിന്നാലേ ആ ഒരു ബിഗ് ഫ്രെയിം കംപ്ലീറ്റ് ആകത്തുള്ളൂ. ആരാണ് ഈ സ്റ്റേജിലേക്ക് വരാനുള്ളത്? യെസ്, ഫാമിലി മെമ്പേഴ്സ് സ്റ്റേജിലേക്ക് വരണം. ഇന്നത്തെ ഒരു ദിവസം ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന പേരൻസ് ആൻഡ് സിബ്ലിങ്സിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഞാൻ പേരൻസിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. നല്ലൊരു റൈഡ് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സ്റ്റെഫിയുടെ ഫാദർ മിസ്റ്റർ E.T. ജോൺ പുറത്തുവേൽ ഹൗസ്, അദ്ദേഹം
retired from private transporting service, and mother Mrs. Merikutti John hailing from Velil family, auntie homemaker. So without any further delay, ഞാൻ മെറിറ്റിൻ്റെ ബ്രദർ ബേസിൽ ഷൈജു, അദ്ദേഹം വികാർ ഓഫ് മാർത്തോമൻ കത്തീഡ്രൽ മുളന്തുരുത്തി, അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സിസ് ആഷ്ന ബേസിൽ വർക്കിംഗ് ഇൻ KCB ആൻഡ് ദെയർ ചൈൽഡ് ഏലിയാസ് ബേസിൽ, ബ്യൂട്ടിഫുൾ ഫാമിലിയെ സ്നേഹാദരങ്ങളോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 3 പേരാണ് കേട്ടോ സ്റ്റെഫിക്ക് സഹോദരങ്ങൾ. അംഗബലം കൊണ്ട് നല്ല വലുതാണ് ആ ഒരു സഹോദരങ്ങളുടെ ഗാങ്. 2 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ്. സോ ഇവരെല്ലാം ചേർന്ന് കുഞ്ഞി പെങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗ്രാൻഡ് എൻട്രി, ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ച് ഇന്ന് എൻഗേജ്മെൻറ്റ് ഡേക്ക് അവരുടെ ലിറ്റിൽ സിസ്റ്റർ എത്തിയിരിക്കുകയാണ്. സോ ഈ ഒരു ദിവസത്തെ കൂടുതൽ മനോഹരമാക്കാൻ സ്റ്റെഫിക്കും മെറിറ്റിനുമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. സ്റ്റെഫിയുടെ ബ്രദർ മിസ്റ്റർ മാർട്ടിൻ ഒരു പ്രൊഫഷണൽ വയലിനിസ്റ്റ് ആണ്. സോ വിത്ത് ദിസ് പെർഫോമൻസ് ഓവർ ടു ദ സിബ്ലിംഗ്സ് ഗ്രാൻഡ് എൻട്രി. ഹിയർ വി ഗോ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. രാപ്പാടി ഏട്ടൻ്റെയും ചേച്ചിമാരുടെയൊക്കെ ചിങ്കാരി ഇന്ന് കൈ വളർന്നും കാൽ വളർന്നും ഒക്കെ കല്യാണ പെണ്ണായിട്ട് സ്റ്റേജിൽ നിൽക്കുകയാണ്. ഭയങ്കര ഇമോഷണലാണല്ലേ ഓൾറെഡി ആ ഒരു സോങ്, എസ്പെഷ്യലി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഭയങ്കര മീനിങ് ഫുൾ ആയിരുന്നു. നല്ലൊരു കൈഡി കൊടുക്കാം മാർട്ടിൻ ബ്രോയ്ക്കും ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ്. യെസ്, ഫാമിലി മെമ്പേഴ്സൊക്കെ ഒത്തിരി സന്തോഷത്തോടെ ഇമോഷണലായിട്ട് സ്റ്റേജിൽ ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട്. ആ ഒരു ഫുൾ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി വേദിയിലെ ഔദ്യോഗികമായ എൻഗേജ്മെൻറ്റ് സെറിമണി ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെയൊക്കെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആ ഒരു ബ്ലെസ്സിങ്സ് ചോദിച്ചാണല്ലേ തുടങ്ങാറ്. ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പുതിയൊരു ജീവിതത്തിൻ്റെ തിരുനാളം ഇവിടെ തെളിയുകയാണ്. ഫാദർ ജിവിൻ കാവനാട്ട് അച്ഛനെ കൂടെ സ്നേഹാദരങ്ങളോടെ ഈ ഒരു സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏറ്റവും മനുഷ്യജീവിതത്തിൽ ദൈവം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളത്. ഏദൻ്റെ
പറുദീസായിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തിയതിനു ശേഷം ഓരോ സൃഷ്ടിയെയും നോക്കി ദൈവം പറയുന്നുണ്ട്, നല്ലത് നല്ലത് എന്നാണ് ദൈവം ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷവും പറയുന്നത്. എന്നാൽ ഒരു കാര്യം മാത്രം ദൈവം നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ദൈവം നോക്കിയിട്ട് നല്ലതല്ല എന്ന് കണ്ടെത്തിയതായ ആ കാര്യം, മനുഷ്യൻ ഏകനായിട്ടിരിക്കുന്നത് നല്ലതല്ല എന്നാണ് ദൈവം കണ്ടത്. അങ്ങനെ മനുഷ്യന്റെ ഏകാന്തതയ്ക്ക് ഒരു പര്യവസാനം കുറിച്ചുകൊണ്ട് ദൈവം അവന് തക്കതായ ഒരു തുണയെ സൃഷ്ടിച്ച് ആക്കി തീർത്തു. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഭൂമിയിൽ, ഓരോ മനുഷ്യരും, രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയും പുതിയൊരു കുടുംബം അവിടെ രൂപപ്പെടുകയും എല്ലാമാണ് ചെയ്യുന്നത്. അപ്രകാരം ഇന്ന് ഇവിടെ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ളതായ ഈ എൻഗേജ്മെന്റ് ചടങ്ങ്, അതിനുശേഷമുള്ളതായ വിവാഹ കൂദാശയിലൂടെ രണ്ട് സ്റ്റെഫിയും അതുപോലെ തന്നെ മെറിറ്റും പരസ്പരം ഒന്നിച്ചു ചേരുകയും ഒരു പുതിയ കുടുംബം അവിടെ രൂപപ്പെടുകയും എല്ലാം ചെയ്യുകയാണ്. ഇവരുടെ വിവാഹം അനുഗ്രഹകരമായ രീതിയിൽ നടത്തപ്പെടുവാനും മാതൃകാപരമായ നല്ലൊരു കുടുംബജീവിതം ഇവർക്കുണ്ടാകുവാനും എല്ലാ നന്മകളും ഇവർക്കുണ്ടാകുവാനുമായിട്ട് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അതിന് ആവശ്യമാണ്. ഈ ചടങ്ങുകൾക്ക് ഇവിടെ സന്നിഹിതന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ആദരണീയനായ വൈദിക ശ്രേഷ്ഠനുണ്ട്. ഒരു വാക്ക് ആശംസ അറിയിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് മയക്കുകയും. എനിക്ക് സ്റ്റെഫിയെ നല്ലപോലെ അറിയാം, ഈ കുടുംബത്തെ നല്ലപോലെ അറിയാം. ഇന്നിവിടെ വരാൻ സാധിച്ചതിന് തമ്പുരാന് നന്ദി പറയുകയാണ്. ഇപ്പോൾ അച്ഛൻ, ബേസിലച്ഛൻ ഇവർക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. അതെ, ദൈവമെല്ലാം നല്ലത് എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതത്തെ അത്തരത്തിൽ നന്മയാക്കുന്നത് നമ്മുടെ സ്നേഹവും പരസ്പരമുള്ള സഹകരണമൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഈ സ്റ്റേജിലേക്ക് ഈ കുടുംബം കയറി വന്നപ്പോൾ തന്നെ ഇവര് ഒരുപാട് സന്തോഷത്തിൻ്റെ കണ്ണുനീരുമായിട്ടാണ് വന്നത്. അപ്പോൾ തന്നെ ഇവരുടെ സ്നേഹബന്ധം എത്രത്തോളമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തെ അടുത്തറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്കും ഇവരുടെ ജീവിതത്തെ അറിയാം. അപ്പോൾ തമ്പുരാൻ കൊടുത്ത ജീവിതം ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുവാനും ഇനിയും മുന്നോട്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ദൈവത്തിന് അനുഗ്രഹപ്രദമായ ഒരു തരത്തിൽ മുന്നോട്ട് പോകുവാനും ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇരുവരെയും ഇരു കുടുംബത്തെയും ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഇവർക്ക് നല്ലൊരു കുടുംബ ജീവിതവും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എൻഗേജ്മെന്റിന് സ്റ്റേജിൽ വെച്ചുള്ളതായ ചടങ്ങുകളാണ് ഇനി ആരംഭിക്കുന്നത്. മണവാളന്റെയും മണവാട്ടിയുടെയും മാതാപിതാക്കൾ ചേർന്ന് ഇവിടെ വെച്ചിരിക്കുന്നതായ മെഴുകുതിരികൾ തെളിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. തെളിയിച്ചിരിക്കുമ്പോൾ ഈ ദീപം പോലെ രണ്ട് കുടുംബങ്ങൾ ഇവിടെ ഒന്നിച്ചു ചേർക്കപ്പെടുകയും അവർക്ക് ഇടയിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അരുളി ചെയ്തിരിക്കുന്ന കർത്താവ് തമ്പുരാന്റെ സാന്നിധ്യം ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ചയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിവാഹത്തിന്റെ
ആ ഡിക്ലറേഷൻ ഇവിടെ നടത്തുകയാണ്. പുറത്തുവേലിൽ വീട്ടിൽ ചമ്മനാമ്പടി ഗാന്ധിനഗർ കോട്ടയം മിസ്റ്റർ A.T. ജോണിൻ്റെയും മിസ് മേരിക്കുട്ടി ജോണിൻ്റെയും മകൾ സ്റ്റെഫി ജോൺ, കുറൂർ വീട്ടിൽ ഷാജു K. ജോസഫിൻ്റെയും ഷേർലി ഷാജുവിൻ്റെയും മകൻ മെറിറ്റ് ഷാജു തമ്മിലുള്ള വിവാഹം ദൈവം ഹിതമാവുകയാണെങ്കിൽ തിങ്കളാഴ്ച 27-ാം തീയതി, മെയ് മാസം 27-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് തിരുവാങ്കുളം സെന്റ് ജോർജ് കെംദ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുവാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു. ആ നിശ്ചയം ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരും ചേർന്ന് ഒന്ന് കൈയടിച്ച് ആ നിശ്ചയം ഒന്ന് ഉറപ്പിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ദമ്പതികളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനായിട്ട് പ്രാർത്ഥന നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദുഷ്ടനെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദേവമാതാവായ വിശുദ്ധ കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബാറക്മോ. കാരുണ്യവാനായ നല്ല കർത്താവേ, പരസ്പരം ഒന്നിച്ച് ജീവിക്കുവാനും വിവാഹകുദാശയിലൂടെ പരസ്പരം ഒന്നായി തീരുവാനും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്നതായ മണവാളനെയും മണവാട്ടിയെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇവരുടെ വിവാഹകുദാശയിൽ നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ഇവരുടെ മേൽ സമൃദ്ധമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നൽവരങ്ങളും ലഭിക്കുകയും കുടുംബജീവിതത്തിൻ്റെതായ നൽവരങ്ങൾ കൊണ്ട് നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയിച്ച ദിവസത്തിൽ നിശ്ചയിച്ച സമയത്ത് ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ആവാസദോഷ നടത്തപ്പെടുവാൻ കർത്താവെ അവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കേക്ക് കട്ടിംഗ് സെറമണിയാണ് നടക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ശുഭകാര്യത്തിന് നമ്മൾ മധുരം കഴിക്കുന്ന ഒരു നല്ല പതിവുണ്ടല്ലേ. മധുരം നല്ലതാണ്. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് Steffi, Merit and all the family members to step forward to cut the cake and share. കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുന്നതിനായി സ്റ്റെഫിയെയും മെറിറ്റിനെയും കുടുംബാംഗങ്ങളെല്ലാവരെയും മുമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. സ്റ്റെഫിയുടെയും മെറിറ്റിൻ്റെയും ഇനി വിവാഹത്തിന് ശേഷം മുന്നോട്ടുള്ള ഒത്തുചേർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ലൈഫ് ഇമോഷൻസും ഫീലിങ്സും അപ്പ് ആൻഡ് ഡൗൺ, ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്, അങ്ങനെ എല്ലാത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും കൃപയാലും ഒന്നു ചേർന്ന് ഷോൾഡർ ടു ഷോൾഡർ നിന്ന് ലവും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
ഒപ്പം ലൈഫിൽ ഒരുപാട് മധുരമുള്ള മെമ്മറീസും ഉണ്ടാകട്ടെ. ബ്ലസ്സി ആൻഡ് അർജുനാണ് വൈൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. കൊടുത്തോളൂ. അപ്പോൾ ഇതാ രണ്ടുപേരും ഒരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞ് ക്ലോസ് ചെയ്ത് ടോസ്റ്റ് ചെയ്തോളൂ. യെസ്, ഹിയർ വി ഗോ. ക്രോസ് ചെയ്ത് ടോസ്റ്റ് ചെയ്തോളൂ. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാം. വൈൻ ഈസ് ദ സിമ്പിൾ ഓഫ് റിച്ച്നെസ് എന്നാണ്. സ്നേഹത്തിൻ്റെ ആ ഒരു ലഹരി കൂടി കൂടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ടു ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം, മേ യുവർ ലവ് കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ബ്രിങ് യുവർ ഹാപ്പിനെസ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. സ്റ്റെഫിയുടെ സിസ്റ്റർ ബ്ലസ്സി ജോൺ നേഴ്സാണ്. ഹസ്ബൻഡ് മിസ്റ്റർ അജീൻ ഫിലിപ്പ്. 2 മക്കളാണ് അവർക്ക്, അന്ന സൂസൻ ഫിലിപ്പ് ആൻഡ് എൽദോ ഫിലിപ്പ്. ആൻഡ് നമുക്കറിയാം, മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ വയലിനിസ്റ്റ് മാർട്ടിൻ ജോൺ വയലിനിസ്റ്റ് അറ്റ് കുവൈറ്റ് ആണ്. ഹിസ് വൈഫ് മീതു മാർട്ടിൻ ആൻഡ് അവരുടെ മക്കൾ എയ്ഡൻ ആഗ്നൽ തോമസ് ആൻഡ് ഏബൽ ആഗ്നൽ തോമസ് അല്ലേ? ഹായ്. യെസ്. ആൻഡ് നെക്സ്റ്റ് സിസ്റ്റർ ലിഡിയ ജോൺ, നേഴ്സാണ് ഖത്തറിൽ. ഹസ്ബൻഡ് നിതിൻ പീറ്റർ, അവരുടെ മക്കൾ ആഞ്ചലീന നിതിൻ ആൻഡ് മറിയം നിതിൻ. യെസ്. അപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വേദിയിലുണ്ട്. നമ്മൾ ആ ഒരു മൊമെൻറ്റിൻ്റെ ബ്യൂട്ടി പോകാതെ ഫാമിലി ഫോട്ടോ സെഷൻ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തേക്കുവാണ്. Like a brand new car or a drug, and you know you're gonna try it. When they tell you that you can't do that, but you will, and you know you're gonna like it. When you light a flame, it grows. If you set a bomb, it's gonna blow. When I see your pretty little face, that I want to know that I don't wanna fall asleep without you. I don't wanna take one breath without you. I don't even know one thing about you, but give me everything about you. It's only been a moment, it's true, but I could never live this life without you. You give me one look, and I'll be on one knee with the plastic ring out, and I don't even know you. Yeah, we could run this back 1 million times, but it's no use. I'll keep falling too fast. Why do I only want what I don't have? Like, I don't wanna fall asleep without you. Never without you. I don't wanna take one breath without you. Never without you. I don't even know one thing about you, but give me everything about you. It's only been a moment, it's true, but I could never live this life without you. I could never live without you. Doesn't matter where I go, doesn't matter if I run, we were always gonna get too close, we were always gonna fall in love. Doesn't matter where I go, doesn't matter if I run, we were always gonna get too close, we were always gonna fall in love. I don't wanna fall asleep without you. I don't wanna take one breath without you. Oh, and I don't even know one thing about you, but give me everything about you. I know that I don't wanna fall asleep without you. Never without you. I don't wanna take one breath without you. So never without you. I don't even know one thing about you, but give me everything about you. It's only been a moment, it's true. Only been a moment, it's true. But I could never live this life without you. I could never live without you. Doesn't matter where I go,
പേരിൻ്റെ അർത്ഥം. അത് എൻ്റെ പപ്പയുടെ പള്ളി സെൻറ് തോമസ്, മമ്മിയുടെ പള്ളി സെൻറ് മേരീസ്. അങ്ങനെ മേരി ടോം എന്നുള്ള പേര് ചുരുക്കി മേരിറ്റ് പിന്നെ മെറിറ്റ് എന്നായതാണ്. അപ്പോൾ മൊത്തം കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത്. യെസ്, അപ്പോൾ തിങ്കളാഴ്ചയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പം എൻഗേജ്മെൻറ്റ് സെറമണീസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അറേഞ്ച്ഡ് മാരേജ് അല്ലേ? യെസ്. അപ്പോൾ മെറിറ്റ് ഒന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് സ്റ്റെഫിയെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യണം. തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വില്ലുമാരിനെ എപ്പൂ എൻ്റെ കയ്യിലുണ്ട്, ഇങ്ങോട്ട് പോയോ, സെറ്റാണ് കേട്ടോ. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അന്നൊരു ടാസ്ക് വരുവാണെങ്കിൽ വില്ലുമാരിനെ ചോദിക്കത്തില്ല. അപ്പം അതും ഐ ലവ് യു കൂടെ ഒക്കെ ക്ലബ് ചെയ്ത് ഒന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് പ്രപ്പോസ് ചെയ്തു. റോണി ബ്രോ മ്യൂസിക്. Steffi, will you marry me? So easy. She said yes. அவள் வந்து விட்டாள், அவள் வந்து விட்டாள். ஹே என்றால் அது அழகுகிறாள். அவள் நானா? ஹே என்றால் அது கடவுள் நானா? ஐயோ என திகைக்கும், என வியக்கும், ஐகனுக்கெல்லாம் விடுமுறையை அவள் தந்து விட்டாள், அவள் வந்து விட்டாள். அவள் வந்து விட்டாள், அவள் வந்து விட்டாள். നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. വെറി നോ സ്റ്റേജ് ഫിയർ, നോ പ്രിപ്പറേഷൻ, ഒന്നും ഇല്ലെങ്കിലും സെറ്റാണ്. ഒന്നിനും പേടിയില്ല കേട്ടോ. അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് സ്റ്റെഫി കോപ്പറേറ്റ് ചെയ്ത് ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഈവൻ കളർഫുള്ളാക്കി. സോ താങ്ക് യു സോ മച്ച്. ഇനി ഓൺ സ്റ്റേജ് നമ്മുടെ ബ്രഹ്മ ഡാൻസ് സ്റ്റുഡിയോയുടെ ഒരു പെർഫോമൻസ് ആണ്. வேண்டாதீர்கள், வேண்டாதீர்கள், வேண்டாதீர்கள்.
I could say it's never gonna get any better and leave. I could throw my hands up, I could fall to my knees. I could tell myself I'm strong enough to give all the love that I need. But I still need you to ease my load. Hold me when the lightning strikes. Lead me home when I don't know which way is right. Love me when it's hard, I promise that I'm not leaving from your side. And when I fall apart, promise in the dark you'll be my nightlight. Ooh, you'll be my nightlight. Ooh, you'll be my nightlight. You'll be my I could count every time that I fall in. Even when I'm in so deep, it gets hard to see you're still all in. I've been lost by myself in the darkness. Know that I can find my way even on the days when it's hardest. But I still need you to ease my load. Hold me when the lightning strikes. Lead me home when I don't know which way is right. Love me when it's hard, I promise that I'm not leaving from your side. And when I fall apart, promise in the dark you'll be my nightlight. Ooh, you'll be my nightlight. Ooh. കണ്ണാടി കണ്ണി വിചാരം കണ്ടേ
push all the limits with you right now. So watch your feelings, the city's screaming we're not coming home tonight. We're living quick in the world, gotta get it right now. People talk and tell what you wanna hear now, but they all disappear, they will let you down. So we better stick together, let's come whatever, we're not coming home tonight. We're living quick in the world, gotta get it right now. We only need the two of us together. I need only you in this crazy world, 'cause we got love, love. I need only you here with me. Close to me, why don't you do it right now? You know we met for a reason, but you're trying to deny that we should be together. It's heavy weather.